പയ്യോളിയിൽ നവവധുവിനെ ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലായി കല്ലുവെട്ടുകുഴി ആർദ്ര ബാലകൃഷ്ണനാണ് തൂങ്ങി മരിച്ചത്. ഈ കഴിഞ്ഞ മാസം 2-ാം തീയതിയായിരുന്നു ഇവരുടെ കല്യാണം നടന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു മാസമായിട്ട് ആകുന്നേ ഉള്ളൂ. നാളത്തേക്ക് ഒരു മാസം ആകുകയേ ഉള്ളൂ. ഈ മാസത്തിനിടയ്ക്ക് എന്നറിയാൻ നമുക്ക് പറയത്തക്ക രൂപത്തിലുള്ള ഒരു പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് അറിവില്ല. നമുക്ക് ആകെയുള്ള ഒരു പ്രയാസം എന്ന് പറയാൻ ഇന്നലെയാണ് സംഭവം നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് കുട്ടിയുടെ ഭർത്താവാണ് വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നതിന് മുമ്പ് അവിടുത്തെ നാട്ടുകാരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് പറയുകയോ അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കുകയോ ചെയ്തില്ല. എന്നിട്ടൊരു തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവ്. ഈ ബാത്റൂമിൽ തെന്നി വീണ് എന്നുള്ള രൂപത്തിലാണ് അവിടെ പറഞ്ഞതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. അത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ളതാണ്. എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കല്യാണമല്ലോ നടക്കുന്നത്. ഒരു വീട്ടുകാർ വില കൊടുത്ത് മറ്റൊരു വീട്ടിലേക്ക് വിൽപ്പനയ്ക്ക് അയക്കുകയല്ലേ ഒരു പെൺകുട്ടിയെ. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുക? സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ എന്ത് ആഭാസമാണ് നടക്കുന്നത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, പറയൂ, യഥാർത്ഥത്തിൽ ഈ കുട്ടി ജീവിതം വേണ്ട എന്ന് വെച്ചത് എന്ത് കാരണത്താലായിരുന്നു? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുകൂടി നമ്മൾ പറയുന്നു. അതെ എസ് കെ, എന്താണ് ഇത്തരത്തിൽ ആത്മഹത്യ കാരണമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ചേലിയ സ്വദേശിയായിട്ടുള്ള ആർദ്ര ഇന്നലെ രാത്രിയോടെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണി വരെ ആർദ്രയുടെ മാതാവുമായി സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നും പ്രശ്നങ്ങളുള്ളതായൊന്നും കുടുംബത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ രാത്രിയോടെയാണ് ഭർത്താവിൻ്റെ വീട്ടിലെ ശുചിമുറിയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ ആർദ്രയെ കണ്ടെത്തുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു എന്നാണ് നമുക്ക് ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ ലഭ്യമാവുന്ന വിവരം. എസ് കെ, ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1 മാസം മുമ്പാണ് ആർദ്രയുടെയും അതോടൊപ്പം തന്നെ ഷാൻ്റെയും വിവാഹം കഴിയുന്നത്. ആർദ്ര LLB 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് ലോ കോളേജിലെ LLB 3-ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ്. കഴിഞ്ഞ വർഷം കല്യാണം ആലോചിച്ച് വെച്ചിരുന്നെങ്കിലും ആർദ്രയുടെ പരീക്ഷകൾ ഉൾപ്പെടെ നടക്കുന്നതിന് 1 വർഷം കഴിഞ്ഞ് കല്യാണം നടത്താമെന്ന തീരുമാനത്തിലാണ് കഴിഞ്ഞ മാസം 2-ാം തീയതി ഈ വിവാഹം നടത്തുന്നത്. ഏതാണ്ട് 1 മാസം പൂർത്തിയാവുന്നതിന് 1 ദിവസം മുമ്പ് തന്നെ ആർദ്ര ആത്മഹത്യയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ആത്മഹത്യ കാരണമെന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്താണെങ്കിലും പയ്യോളി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഉൾപ്പെടെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്നാണ് കുടുംബത്തിൻ്റെ ഈ സാഹചര്യത്തിലെ പ്രതികരണം. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നും കാത്തിരുന്ന് കാണാം എസ് കെ.